രാത്രി ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുമ്പോഴേക്ക് റെഡി ആയിട്ട് നിന്നോ, നമുക്കൊരു സ്ഥലത്തേക്ക് പോവാന്ന്. എങ്ങോട്ടുമില്ല, വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഏട്ടൻ വന്നിട്ട് എൻ്റെ റെഡി ആവൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് പോകാൻ നേരത്ത് ഞങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തല്ലുണ്ടാക്കുന്നത്. റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് കണക്ക് നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ബുക്കും പേനയൊക്കെ എടുത്തിട്ട് കട്ടിലിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അപ്പോഴാണ് ഇച്ചുട്ടൻ്റെ കളി. ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഡ്രസ്സ് ഊരാൻ നിന്നപ്പോഴാണ് ഞാനും ആരും എനിക്ക് ഊരിത്തരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വാശി. ആര് ശ്രമിച്ചിട്ടും അവൻ ഊരാൻ കൂട്ടാക്കണില്ല, എന്നാൽ അവനൊട്ട് പറ്റണമില്ല. എന്നാൽ അവൻ്റെ വാശി ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പഠിച്ച 18 അടവ് നോക്കിയിട്ട് അവനും. വാശി നോക്കില്ലേ. ഗുഡ് ബോയ്. അഴിച്ചു. അങ്ങനെ ഇച്ചുട്ടനായിട്ടുള്ള മൽപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇപ്പം കേട്ട പാട്ട് വേറെ ആരും പാടിയതല്ല, എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടന് വണ്ടി കയറിയ പിന്നെ പാട്ട് പാടണം, അത് നിർബന്ധമാണ്. മാമൻ എവിടെ? അമ്പിളി മാമൻ. ബീഫ് ചില്ലി മേടിക്കാൻ പോയ ആളില്ല എന്ന് പറഞ്ഞ ചമ്മി വരുന്ന വരവാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് എന്താ അറിയില്ല, ഏട്ടനൊരു ബീഫ് ചില്ലി തിന്നാൻ പോതി. കിട്ടില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അടങ്ങിയിരിക്കാനോ നിന്നില്ല കേട്ടോ. വേഗം വണ്ടി വിട്ടു അടുത്ത കടയിലോട്ട്. എവിടെയാണ് കിട്ടണത് അവിടുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ ഇരിക്കണത്. അങ്ങനെ ബീഫ് കിട്ടിയില്ലെങ്കിൽ എന്താ, എനിക്ക് കുറച്ച് കോഴിയുടെ പാർട്സും മേടിച്ച് ഞങ്ങൾ അടുത്ത കടയിലോട്ട് പോയി. അങ്ങനെ അടുത്ത കടയിലെത്തിയിട്ടോ. അവിടെ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ എനിക്ക് നല്ല അടിപൊളി ചായ കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ബൂസ്റ്റ് ഇട്ട ചായ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇച്ചുട്ടനൊരു മുട്ട മേടിച്ചു കൊടുത്തു. ഇച്ചുട്ടന് മുട്ട നല്ല ഇഷ്ടമാണ്. ഈ മുഖത്ത് കാണുന്ന ഭാവം എന്താണെന്നറിയോ, അതിൽ മുട്ടയുടെ മഞ്ഞ വിട്ടുപോയി. മഞ്ഞ ഇച്ചുട്ടന് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് ബീഫ് കയറ്റാൻ പാടില്ല. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് ഏട്ടൻ ചോദിച്ചത് ഇന്നെന്താ കഴിക്കാനുള്ളത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാവിരിപ്പുണ്ട്, വേണമെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വെള്ളപ്പെങ്കിൽ വെള്ളപ്പം നീ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഏട്ടന് കൊടുത്തു. ഇന്നാണെങ്കിൽ കുറച്ചധികം ഉപ്പേരി ബാക്കി വന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആ ഉപ്പേരി ചട്ടിയിലേക്ക് ചോറിട്ട് ഞാനും കഴിച്ചു. ഇന്ന് വാങ്ങിയ ചിക്കൻ പാർട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.